വിശുദ്ധ തിരുവെഴുത്ത് കരങ്ങളെടുക്കാം. 91 സങ്കീർത്തനം അതിൻ്റെ 14-15 വാക്യം നമുക്ക് ചേർന്ന് ഒന്ന് വായിക്കാം. 91 സങ്കീർത്തനം 14-15 വാക്യം ഞാൻ വായിക്കുന്നു. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ഈ നല്ല പകൽക്കാലം 91 സങ്കീർത്തനം 14-15 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു സംഗ്രഹമുണ്ട്. ഒന്ന്, അവൻ വിടുവിക്കുന്ന ദൈവമാണ്. മറ്റൊന്ന്, ദൈവം ഉയർത്തുന്ന ദൈവമാണ്. പിന്നെയോ അവൻ കൂടെ ഇരിക്കുന്ന ദൈവമാണ്. മറ്റൊന്ന്, മഹത്വത്തിലേക്ക് ഉയർത്തുന്ന ദൈവമാണ്. ഇത്ര നല്ല ദൈവത്തെ നമുക്ക് ആരാധിപ്പാൻ കിട്ടിയ ഭാഗ്യം അത് ഈ ലോകത്തിൽ ഏറ്റവും വിലപ്പെട്ടതാണ്. വിടുവിച്ച് ഉയർത്തി കൂടെ ഇരുന്ന് മഹത്വത്തിലേക്ക് നടത്തുവാൻ കഴിയുന്ന ദൈവം. ഇത്ര നല്ല ദൈവത്തിന് എത്ര മഹത്വം കൊടുത്താൽ മതിയാകും. സ്തോത്രം. ദൈവം പ്രതികൂലങ്ങൾ കാണുമ്പോൾ ഇട്ടേച്ചു പോകത്തില്ല. പ്രതികൂലം വരുമ്പോൾ തള്ളിക്കളയത്തില്ല. കണ്ണുനീര് വരുമ്പോൾ കണ്ടിട്ട് മാറിപ്പോകത്തില്ല. നീ തളർന്നിരിക്കുമ്പോൾ നിന്നെ തള്ളിക്കളഞ്ഞിട്ട് പോകത്തില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? നീ അവൻ്റെ മകനും മകളുമാണ്. സ്തോത്രം. അവൻ്റെ രക്തത്താൽ വീണ്ടും ജനിക്കപ്പെട്ട നിൻ്റെ ജീവിതത്തിൽ ഒരു പ്രതികൂലം കടന്നു വരുമ്പോൾ നിന്നെ ഇട്ടേച്ചു പോകുവാൻ എൻ്റെ കർത്താവ് മനുഷ്യനല്ല. അവൻ സകലത്തിനും സർവത്തിനും മതിയായ സർവശക്തനായ ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ദൈവത്തോട് നീ ചോദിച്ചാൽ നിൻ്റെ ചോദ്യത്തിന് വ്യക്തമായ മറുപടി തന്നിട്ടേ എൻ്റെ കർത്താവ് നിന്നെ വിട്ടു പോകത്തുള്ളൂ. നീ കരയുന്നത് കണ്ടാൽ നിൻ്റെ അടുക്കൽ വന്ന് കരയണ്ട എന്ന് പറഞ്ഞ് നിൻ്റെ കണ്ണുനീര് തുടച്ച് നിന്നെ ചേർത്ത് പിടിക്കുന്ന ദൈവമാണ് ഈ പകൽക്കാലം നീയും ഞാനും ആരാധിക്കുന്ന ദൈവം. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രിയ ദൈവ പൈതലേ, അവൻ മഹത്വത്തിലേക്ക് ഉയർത്തുക മാത്രമേ ചെയ്യത്തുള്ളൂ. അവൻ നിന്നെ ഒരിക്കലും താഴ്ചയിലേക്ക് വിട്ടുകൊടുക്കത്തില്ല. കാരണം ഒരു കാലത്ത് നീ താഴ്ചയിൽ കിടന്ന് നിലവിളിച്ചപ്പോൾ നിന്റെ നിലവിളി ആരും കേൾക്കാനില്ലാതെ വല്ലാത്ത കഷ്ടത്തിലും പ്രയാസത്തിലും പ്രതിസന്ധിയിലും ഒറ്റപ്പെട്ടു പോയ സാഹചര്യങ്ങൾ കണ്ട കർത്താവ് നിന്റെ ചാരത്തേക്ക് കടന്നു വന്ന് നിന്നെ താങ്ങി ഉയർത്തിയെങ്കിൽ ഒരു ശത്രുവിൻ്റെ കരത്തിലും നിന്നെ വിട്ടുകൊടുത്ത് നീ താഴ്ന്നു പോകുവാൻ അവൻ അനുവദിക്കത്തില്ല. താഴ്ത്തുവാൻ അവൻ സമ്മതിക്കത്തുമില്ല. ഇന്ന് പകൽക്കാലം നീ പറ, എൻ്റെ ദൈവം എന്നെ ഉയർത്തി മാനിക്കും. ആ ഉയർച്ച ഞാൻ കാണും. ഞാൻ മാത്രമല്ല, എൻ്റെ തലമുറ കാണും. അവൻ എന്നോട് വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരു നാളും എന്നെ കൈവിടത്തില്ലെന്ന്. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം വാക്ക് മാറാതെ അന്ത്യത്തോളം നിന്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞെങ്കിൽ കുഞ്ഞെ, നീ ഭയപ്പെടണ്ട, നീ ഭയപ്പെടണ്ട. നിന്റെ കർത്താവ് നിന്നെ ഒരു നാളും തള്ളിക്കളയത്തില്ല. ലോകം പറയും നീ തകർന്നു പോകുമെന്ന്, ചുറ്റുമുള്ളവർ പറയും നീ ഉയരത്തില്ലെന്ന്, നിന്റെ കുടുംബക്കാർ പറയും നീ മുന്നോട്ട് പോകത്തില്ലെന്ന്. എന്നാൽ ഈ പകൽക്കാലം വ്യക്തമായി പറയട്ടെ, എൻ്റെ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി നീ പറയാൻ തയ്യാറുണ്ടെങ്കിൽ, കർത്താവേ എന്നെ ഉയർത്തണമേ, എന്നെ നിന്ദിക്കുന്നവരുടെ, പരിഹസിക്കുന്നവരുടെ, ഒറ്റപ്പെടുത്തുന്നവരുടെ കുറ്റമ്പട നടുവിൽ നിന്ന് എന്നെ മാനിക്കണമേ എന്ന് ദൈവ തിരുമുഖത്തേക്ക് നോക്കി നീ പറഞ്ഞാൽ എൻ്റെ ദൈവം അടങ്ങിയിരിക്കത്തില്ല. നിന്റെ അടുക്കലേക്ക് കടന്നു വന്ന് നിന്റെ ആഗ്രഹം അറിഞ്ഞ് നിന്നെ ഉയർത്തി മാനിപ്പാൻ എൻ്റെ കർത്താവ് ശക്തനാണെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്ക്. പ്രൈസ് ദി ലോർഡ്. വിടുവിക്കുന്ന ദൈവം. സ്തോത്രം. കർത്താവ് പറയുന്നു, നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക. നിന്റെ കുഞ്ഞിനെക്കുറിച്ച്, നിന്റെ കൂട്ടാളിയെക്കുറിച്ച്,
നിൻ്റെ ഭവനത്തെക്കുറിച്ച്, നിൻ്റെ ഭാവിയെക്കുറിച്ച് ഓർത്ത് നീ ഭാരപ്പെടുമ്പോൾ നീ ഇടത്തോട്ടും വലത്തോട്ടുമല്ല നോക്കേണ്ടത്. സ്തോത്രം. മറ്റുള്ള മനുഷ്യരിലേക്കല്ല നോക്കേണ്ടത്, പാസ്റ്ററുടെ മുഖത്തേക്കല്ല നോക്കേണ്ടത്, ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കണം. എന്നിട്ട് പറയണം, കർത്താവേ, കഴിഞ്ഞ ആഴ്ചയിൽ ആ പാസ്റ്റർ പ്രസംഗിച്ചത് ഞാൻ കേട്ടു, നീ ഉയർത്തുന്ന ദൈവമാണെന്ന്, നീ താഴ്ത്തുന്ന ദൈവമല്ലെന്ന്. അങ്ങനെയെങ്കിൽ ഈ താഴ്ചയിൽ കടന്ന എന്നെ നീ ഇത്രത്തോളം കൊണ്ടുവന്നെങ്കിൽ പോരാ കർത്താവേ, ഇത് പോരാ, ഇതിലും മെച്ചപ്പെട്ട നിലവാരത്തിൽ എന്നെ ഉയർത്തിയാൽ മാത്രമേ ഈ ലോകത്തിലെ ജനം പറയത്തുള്ളൂ എൻ്റെ കൂടെ നീ ഉണ്ടെന്ന്. കർത്താവേ, അതുകൊണ്ട് നീ എന്നെ ഉയർത്തി മാനിക്കണമേ എന്ന് ദൈവത്തോട് നീ പറയാൻ തയ്യാറായാൽ കുഞ്ഞേ, ശത്രുക്കളുടെ മുമ്പിൽ അവൻ നിന്നെ ഉയർത്തി മാനിക്കും. ആർക്കും നിന്നെയോ നിന്റെ തലമുറയോ തകർക്കാൻ കഴിയാത്ത വിധം അവൻ മാനിപ്പാൻ ശക്തനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മുഴുവൻ മഹത്വവും ദൈവത്തിന് കൊടുക്ക്. ഈ നല്ല പകലിൽ അവനോട് പറ്റിയിരുന്നു കൊണ്ട് സ്തോത്രം, അവൻ്റെ നാമത്തെ ഒന്ന് വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങ്. ലോകത്തിൻ്റെ മുമ്പിൽ നീ ഒരു ഭോഷനായിരിക്കും, പക്ഷെ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നീ ഒരു ശ്രേഷ്ഠനാണ്, നീ ഒരു ശ്രേഷ്ഠയാണ്. എൻ്റെ കർത്താവ് തിരഞ്ഞെടുത്തത് സ്തോത്രം നിന്റെ ക്വാളിറ്റി നോക്കിയിട്ടും ക്വാണ്ടിറ്റി നോക്കിയിട്ടുമല്ല, പിന്നെയോ നിന്റെ തകർന്നും ഉടഞ്ഞും കിടന്ന നിന്റെ ഹൃദയത്തിൻ്റെ നിലവാരവും നിന്റെ ജീവിതത്തിന് താഴ്ചയും കണ്ടിട്ട് നിന്റെ ചാരത്തേക്ക് വന്ന് നിന്നെ കരം പിടിച്ചുയർത്തിയെങ്കിൽ നീ മറ്റുള്ള മുമ്പിൽ തല കുനിച്ച് നടക്കുവാൻ എൻ്റെ ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. അവൻ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞ് നിന്നെ കരം പിടിച്ച് നടത്തും. അങ്ങനെ അവൻ നിന്നെ നടത്തണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ അവൻ്റെ വഴികളിൽ അവൻ്റെ വചനപ്രകാരം നീ നടക്കാൻ ആഗ്രഹിച്ചാൽ മതി. അങ്ങനെ ആഗ്രഹിക്കുന്ന നിന്നെ ദൈവം അതിനകത്താക്കും. സ്തോത്രം, സ്തോത്രം. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 13-14 വാക്യം പറയുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. എല്ലാം തകർന്നു, എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാവരും നഷ്ടപ്പെട്ടു. സ്തോത്രം. തൻ്റെ ദേശം തനിക്ക് നഷ്ടമായി, തൻ്റെ കൂട്ടാളി തനിക്ക് നഷ്ടമായി, തൻ്റെ മക്കൾ തനിക്ക് നഷ്ടമായി. ഇനി തൻ്റെ മുമ്പിൽ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല. സ്തോത്രം. ആ നവോമി എല്ലാവരെയും വിട്ടേച്ച് തൻ്റെ ജീവിതത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് പിൻവാങ്ങി പുറകോട്ട് പോകാൻ ശ്രമിക്കുക. സ്തോത്രം. പ്രതികൂലങ്ങളെ കണ്ട് സ്തോത്രം, പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്ന് ഓടിപ്പോകുന്നവനെ ദൈവത്തിനു വേണ്ട. പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ചങ്കൂറ്റത്തിൽ നിൽക്കാൻ കഴിയുന്നവനെയാ ദൈവത്തിന് ആവശ്യം. നിങ്ങൾക്കറിയാമോ, ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ മല്ലനായ ഗോലിയാത്ത് ഇസ്രായേൽ ജനത്തെ മുഴുവനും വെല്ലുവിളിക്കുമ്പോൾ സ്തോത്രം, അടുത്ത രാജാവ് ഉൾപ്പെടെ ഭയന്ന് വിറച്ച് ഓടി ഒളിച്ചു. സ്തോത്രം. പക്ഷെ അഭിഷേകമുള്ള ദാവീദ് ആ ഗോലിയാത്തിൻ്റെ വലിപ്പം കണ്ടിട്ടോ, അവൻ്റെ വായിൽ നിന്ന് വന്ന നിന്നയുടെ വാക്ക് കേട്ടിട്ടോ, ഇല്ലെങ്കിൽ കൊല്ലുമെന്നുള്ള ഭയം അവൻ്റെ ജീവിതത്തിൽ കടന്നു പിടിക്കുകയോ ചെയ്യാതെ ചങ്കൂറ്റത്തോടെ വന്നിട്ട് ബാലനായ ദാവീദ് ഗോലിയാത്തോട് പറയുന്ന വാക്കൊന്ന് കേൾക്കണേ. സ്തോത്രം. നീ നിന്ദിക്കുന്ന ഇസ്രായേലിന്റെ ദൈവത്തിന്റെ നാമത്തിൽ ഇന്ന് നിന്റെ തലയെ ഞാനെടുത്ത് കാകനും കഴുകനും എറിഞ്ഞു കൊടുക്കും. പ്രിയ ദൈവപദലേ, സാഹചര്യങ്ങളെ നോക്കി ഭയപ്പെടരുതേ. പേടിപ്പിക്കുന്ന പരിഹസിക്കുന്നോട് വാക്ക് കേട്ടിട്ട് കുഞ്ഞെ നീ പിന്മാറിപ്പോകാൻ ശ്രമിക്കല്ലേ. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് നീ പറ. എൻ്റെ ദൈവം എന്നെ കൈവിടത്തില്ല. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതിയോഗി എത്ര ശക്തനായാലും, എത്ര കഴിവുള്ളവനായാലും, എത്ര ബുദ്ധിയുള്ളവനായാലും, എത്ര യുദ്ധതന്ത്രങ്ങൾ അറിയാവുന്നവനായാലും അവൻ്റെ മേലിരിക്കുന്ന ഒരു ദൈവമാ എൻ്റെ ദൈവം. സ്തോത്രം. അവനെ ഉരുവാക്കിയവനാ എൻ്റെ ദൈവം. അങ്ങനെ അവനെ ഉരുവാക്കിയപ്പോൾ എൻ്റെ മേൽ പകർന്നത് പരിശുദ്ധാത്മാവാ. അങ്ങനെയാണെങ്കിൽ ഈ ശത്രുവായ ഫെലിസ്ത്യൻ എൻ്റെ മുമ്പിൽ പരാജയപ്പെടും, ശത്രുവായ പിശാച് എൻ്റെ മുമ്പിൽ പരാജയപ്പെടും. നീ വിശ്വസിക്ക്. നിന്റെ മേൽ പകർക്കുന്ന ആത്മാവ് സകലത്തിനെയും ജയിപ്പാൻ കഴിവുള്ള ആത്മാവാണ്. അത് ദൈവം നിനക്ക് നൽകി തന്ന ആത്മാവാണ്. അത് കാൽവറി ക്രൂശിൽ തൻ്റെ പ്രാണൻ നൽകി നിന്നെ വീണ്ടെടുത്തിട്ട് സ്വർഗത്ത് നിന്ന് അയച്ചത് പരിശുദ്ധാത്മാവാ. ആ പരിശുദ്ധാത്മാവ് നിന്റെ മേലുള്ളിടത്തോളം കാലം നീ തകർന്നു പോകത്തില്ല, നിന്റെ കുഞ്ഞുങ്ങൾ തകർന്നു പോകത്തില്ല, നിന്റെ കൂട്ടാളി തകർന്നു പോകത്തില്ല, നിന്റെ കുടുംബം തകർന്നു പോകത്തില്ല. തകരുമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, 'അവർ തകർന്നു വീഴുന്നത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണും.'
സ്തോത്രം. നിന്റെ പ്രതിയോഗി എത്ര ശക്തനാണെങ്കിലും കുഞ്ഞെ, നിന്റെ മുമ്പിൽ അവൻ ജയിക്കത്തില്ല. കാരണം നിന്നോട് കൂടെയുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാ. അത് നമ്മുടെ കർത്താവാ. അങ്ങനെയാണെങ്കിൽ കർത്താവ് നിന്റെ കൂടെയുള്ളത്തോളം കാലം നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിന്റെ മുൻപിൽ വെളിപ്പെട്ടു വരും. സ്തോത്രം. ഇവിടെ സകലതും നഷ്ടപ്പെട്ട്, സർവരും നഷ്ടപ്പെട്ട് തനിച്ചായിപ്പോയ ഒരമ്മച്ചിയുടെ കണ്ണുനീര് നമുക്കിവിടെ കാണാൻ കഴിയും. സ്തോത്രം. വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. നോക്ക്, ആ വാക്യം ഒന്ന് വായിക്കാമോ? സ്തോത്രം. രൂത്തിന്റെ പുസ്തകം സ്തോത്രം 1-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യം ഉറച്ചു വായിക്കാമെങ്കിൽ വായിക്കും. സ്തോത്രം. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 13-14 വാക്യം. ഇല്ലയോ? വായിക്കുന്നില്ലയോ? രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 13-14 വാക്യം. സ്തോത്രം. അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു. ആരാന്നറിയാമോ? നവോമി. സ്തോത്രം. അവർ വാവിട്ട് പൊട്ടിക്കരയുവാൻ ഒരു കാരണമുണ്ട്. സ്തോത്രം. താൻ പ്രതീക്ഷ വച്ചിരുന്ന തൻ്റെ കൂട്ടാളി തനിക്ക് നഷ്ടപ്പെട്ടു. താൻ ആശ്രയിച്ച തൻ്റെ മക്കൾ തനിക്ക് നഷ്ടപ്പെട്ടു. താൻ തനിച്ചായിരിക്കുന്നു. മുൻപോട്ട് നോക്കിയാൽ തനിക്കൊന്നും കാണാനില്ല. പിൻപോട്ട് നോക്കിയാൽ കുറേ നിരാശ മാത്രം ബാക്കി. അങ്ങനെയെങ്കിൽ സാഹചര്യങ്ങളെ ഓർത്ത് നവോമി പൊട്ടിക്കരയുക. ഒരു നേരത്തെ ആഹാരം വാങ്ങിത്തരുവാൻ, അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിന് 10 രൂപ കൊണ്ടു തരുവാൻ എനിക്കാരുമില്ലല്ലോ. ഇനി എൻ്റെ മക്കൾ കല്യാണം കഴിച്ച മരുമക്കൾ എൻ്റെ കൂടെ നിന്നാൽ അവർക്കൊരു ജീവിതമില്ലല്ലോ. ഇങ്ങനൊരു ശപിക്കപ്പെട്ട ഒരു ജന്മത്തിലേക്ക് ഞാൻ വന്നു പെട്ടല്ലോ എന്ന് പറഞ്ഞ് നവോമി വാവിട്ട് പൊട്ടിക്കരയുമ്പോൾ സർവശക്തനായ ദൈവം ആ കണ്ണുനീരിന് മറികടന്നു പോയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരും സഹായമില്ല. എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുമ്പോൾ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്ന് പാട്ടുകാരൻ പാടിയത് വെറുതെ അല്ല. തനിക്കൊരു സഹായമായി സ്വർഗം ഇറങ്ങി വന്നതുകൊണ്ട് ഈ നല്ല പകലിൽ നിങ്ങളോട് പറയട്ടെ, എല്ലാവരും നിങ്ങളെ മറന്ന് കളഞ്ഞെന്ന് വരാം. സ്തോത്രം. എല്ലാവരും നിങ്ങളെ തള്ളിക്കളഞ്ഞെന്ന് വരാം. എന്നാൽ എൻ്റെ കർത്താവിനോട് നിന്റെ സങ്കടങ്ങളെ പറയുവാൻ നീ തയ്യാറുണ്ടെങ്കിൽ നിന്നെ അവൻ തള്ളിക്കളയത്തില്ല. സ്തോത്രം. അത് നിന്റെ ക്വാളിറ്റി നോക്കിട്ടോ, നിന്റെ ക്വാണ്ടിറ്റി നോക്കിട്ടോ, നിന്റെ കുടുംബമാഹാത്മ്യം നോക്കിട്ടോ, നിന്റെ പോക്കറ്റിലെ കനം കണ്ടിട്ടോ അല്ല. പിന്നെയോ, നിന്നെ വിളിച്ച നാൾ മുതൽ നിന്റെ ഗ്രഹകാര്യം ക്രമപ്പെടുത്തുവാൻ അവൻ നിന്റെ കൂടെയുണ്ട്. ആ കൂടെയുള്ള ദൈവത്തെ നീ പലപ്പോഴും മറന്നു പോകുന്നത് കൊണ്ട് പ്രതികൂലങ്ങൾ വരുന്നത്. എന്നാൽ മറന്നു പോകാതെ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറായാൽ നീ കുറഞ്ഞു പോകത്തില്ല. നീ നാൾക്ക് നാൾ നിറഞ്ഞു കവിയുന്ന ഒരവസ്ഥയിലേക്ക് സ്വർഗം നിന്നെ കൊണ്ടുവരും. അല്പകാലം മറന്നുപോയ നവോമിയുടെ ജീവിതത്തിൽ കണ്ണുനീരും നിലവിളി ഉയർന്നെങ്കിൽ ഇതാ ജാതിയായ പെൺകുട്ടി പറയുന്ന ഒരു വാക്കുണ്ട്. അമ്മച്ചി, നീ തനിച്ചല്ലെന്ന്. സ്തോത്രം. ഒരിക്കലും നവോമി പ്രതീക്ഷിച്ചില്ല തൻ്റെ മരുമകൾ അങ്ങനൊരു കാര്യം പറയുമെന്ന്. സ്തോത്രം. എന്തുകൊണ്ടാ ആ മരുമകൾ അത് പറഞ്ഞെന്നറിയാമോ? സ്തോത്രം. ഈ നവോമി ആരാ? സ്തോത്രം. ദൈവത്തിൻ്റെ പൈതലാ. സ്തോത്രം. ദൈവത്തിൻ്റെ പൈതലാ. അത് നവോമി മറന്നു. പക്ഷേ തൻ്റെ വീട്ടിൽ വന്ന മരുമകൾ മറന്നില്ല. ഒരല്ലിയ പറയെങ്കിൽ പറ. സ്തോത്രം. കുഞ്ഞ്, നീ പലതും മറന്നു പോകും. ഓർമ്മിപ്പിച്ചുണർത്തുന്ന ദൈവത്തിൻ്റെ വചനമുണ്ടല്ലോ, അത് നിന്നെ തള്ളിക്കളയത്തില്ല. സ്തോത്രം. ആ കൊച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. അമ്മച്ചി, ഞാൻ ഇന്നലെ വരെ എൻ്റെ ഭവനത്തിൽ ജീവിച്ചപ്പോൾ ജീവനില്ലാത്ത കുറേ ദൈവങ്ങളുടെ മുമ്പിൽ ചെന്ന് തൊഴുത് മാലയിട്ട് പൂജിച്ച് ദൈവമാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്കവിടെ ദൈവത്തെ കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ എന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ കയറി വന്നോ, അന്ന് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു. ഓ, അന്ന് ഞാൻ ഈ ഭവനത്തിൻ്റെ സന്തോഷം കണ്ടു. അന്ന് വരെ ഞാൻ കേൾക്കാത്ത ഒരു ദൈവത്തെക്കുറിച്ച് കേട്ടു. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഈ ദൈവം ജീവനുള്ള ദൈവമാണെന്ന്. അതുകൊണ്ട് അമ്മച്ചിയോട് ഞാൻ പറയാം, അമ്മച്ചിയെ ഞാൻ വിട്ടേച്ചു പോയി ദൈവം എന്നോട് പ്രതികാരം ചെയ്യും. സ്തോത്രം.
സ്തോത്രം. കുഞ്ഞേ, സഹോദരി, മോനെ, സഹോദര, മാതാവേ, പിതാവേ, നിന്നെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ, നീ ദൈവത്തിൻ്റെ സന്നിധി നിന്നിട്ടുണ്ടെങ്കിൽ, നീ ദൈവത്തിൻ്റെ വചനം അനുസരിച്ചിട്ടുണ്ടെങ്കിൽ, നീ പോലും അറിയാത്ത ചിരലിലൂടെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. സ്തോത്രം. വിശ്വസിക്ക്. എൻ്റെ ദൈവം നിന്നോട് വാക്ക് പറഞ്ഞെങ്കിൽ അത് മാറത്തില്ല. സാഹചര്യങ്ങൾ പലതും മാറി മറിയും, പക്ഷെ ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾക്ക് മാറ്റമുണ്ടാകത്തില്ല. സ്തോത്രം. മനുഷ്യൻ്റെ വാക്കല്ല നീ കേൾക്കേണ്ടത്, ദൈവത്തിൻ്റെ വചനം പഠിക്കണം. ദൈവത്തിൻ്റെ വചനം പറയുന്നു വിശ്വസിച്ച് ഹൃദയത്തിനകത്ത് ഏറ്റെടുത്തിട്ട് ആമേൻ പറയണം. സ്തോത്രം. മുഖം നോക്കിയും നിറം നോക്കിയും പണം നോക്കിയും ജാതി നോക്കിയും മതം നോക്കിയും ഒക്കെ മനുഷ്യൻ മാറിപ്പോയാലും എൻ്റെ ദൈവം നിന്നെ വിട്ടു പോവത്തില്ല. വിശ്വസിക്ക്. എൻ്റെ കർത്താവ് നിന്നോട് ചെയ്ത വാക്തത്വം താമസിക്കത്തില്ല, അത് വരിക തന്നെ ചെയ്യും. സ്തോത്രം. ഒരു ഇടിവെട്ടേറ്റതുപോലെയാ നവോമി അവിടെ നിന്നത്. സ്തോത്രം. കാരണം താൻ തനിച്ചാണ്, ഇനി തനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞപ്പോൾ മരുമോളായ രൂത്ത് പറയുക, ഇല്ലമ്മച്ചി, മരണം നമ്മെ വേർപിരിവിക്കും വരെയും, സ്തോത്രം, നിന്നെയും, പിന്നെ പറഞ്ഞ വാക്ക് നോർത്തക്ക്, നിന്റെ ദൈവത്തെയും വിട്ടച്ച് ഞാൻ പോകത്തില്ലെന്ന്. സ്തോത്രം. അപ്പം ദൈവത്തിൻ്റെ ചിറകൻ കീഴിൽ നീ ശരണം പ്രാപിച്ചാൽ, സ്തോത്രം, ദൈവത്തിൻ്റെ ചിറകൻ കീഴിൽ നീ ശരണം പ്രാപിച്ചാൽ ഒരു പ്രതിഫലമുണ്ട്. സ്തോത്രം. അടുത്ത അധ്യായം വായിക്കുമ്പോൾ അവിടെ കണ്ണുനീരല്ല, പിന്നെയോ ചില നന്മയുടെ അധ്യായമാണ്. അടുത്ത അധ്യായം വരുമ്പോൾ സ്തോത്രം ഒരു അനുഗ്രഹത്തിൻ്റെ അധ്യായമാണ്. സ്തോത്രം. അടുത്ത അധ്യായം വരുമ്പോൾ ഒരു ഉയർച്ചയുടെ അധ്യായമാണ്. സ്തോത്രം. ഇന്ന് പകൽക്കാലം പറയട്ടെ, എൻ്റെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുമെന്ന്. അങ്ങനെയാണെങ്കിൽ നവോമിയോട് രൂത്ത് പറയുക, മരണത്താലല്ലാതെ നിന്നെയും നിൻ്റെ ദൈവത്തെയും ഞാൻ വിട്ട് പിരിയുകയില്ല. സ്തോത്രം. ഞാനിങ്ങനെ ചിന്തിച്ചു പോകുകയാണ്. ആ നവോമിയുടെ ഭാഗത്ത് ഞാനിങ്ങനെ ചിന്തിക്കുക, ഈ പെങ്കൊച്ച് എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്നെ കൊണ്ട് ഒരു കഴിവുമില്ല, എൻ്റെ ബന്ധുക്കാരും സ്വന്തക്കാരും ഈ നാട്ടിലില്ല, ഞാൻ അറിയാത്ത ഈ ദേശത്തിൻ്റെ മധ്യത്തിൽ ഞാനിവിടെ നിന്നാൽ രക്ഷപ്പെടത്തില്ല. ഇനി ഞാൻ എൻ്റെ നാട്ടിലോട്ട് പോയാൽ അവിടെ ആരൊക്കെ ഉണ്ടാകുമെന്നോ ആരൊക്കെ എന്നെ സ്വീകരിക്കുമെന്നോ എന്നെ അറിയത്തില്ല. പിന്നെ ഈ പെങ്കൊച്ച് എന്ത് കണ്ടിട്ടാണ് എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞ് ഈ അമ്മച്ചി കുറേ ചിന്തകളൊക്കെ ചിന്തിച്ചപ്പോഴാണ് പറയുന്ന, അമ്മച്ചിയുടെ ദൈവമുണ്ടല്ലോ, അത് മതി. ആ ദൈവം നമുക്ക് താങ്ങും തണലുമാകും. വർഷങ്ങൾ അറിയാം ഈ യേശുവിനെ കുറിച്ച്. പക്ഷേ പ്രതികൂലം വരുമ്പോൾ ഇട്ടേച്ച് പോക്കളയും, പ്രതിസന്ധി വരുമ്പം യേശുവിനെ ഇട്ടേച്ച് പോക്കളയും. പക്ഷേ ഈ ജാതീയ പെങ്കൊച്ച് ഇട്ടേച്ച് പോയില്ല. കാരണം അവൾക്കറിയാം നവോമിയുടെ ദൈവം പരിശുദ്ധനായ ദൈവമാ. നവോമിയുടെ ദൈവം ജീവനുള്ള ദൈവമാ. ഞാൻ ഇന്നലെ സേവിച്ച ദൈവമോ ജീവനില്ലാത്ത ദൈവമാ. അതുകൊണ്ട് ഈ ജീവനുള്ള ദൈവത്തെ ഞാൻ സേവിക്കും. സ്തോത്രം. സ്തോത്രം. നോക്ക്, രൂത്ത് ഇത് പറയുമ്പോൾ അമ്മച്ചിയുടെ ഹൃദയത്തിനകത്തൊരു ചെറിയ ആശ്വാസം കിട്ടി. ഞാൻ തനിച്ചല്ലല്ലോ, എൻ്റെ കൂടെ, സ്തോത്രം, എൻ്റെ മരുമോളുമുണ്ടല്ലോ. പക്ഷേ ഈ വാക്ക് കേട്ടപ്പോൾ സ്തോത്രം കൂടെയുണ്ടായിരുന്ന മോൻ്റെ മറ്റൊരു മരുമോൾ പറഞ്ഞ കാര്യം ഒന്ന് കണ്ടേ. സ്തോത്രം. കേട്ട വാദി കേൾക്കാത്ത വാദി സ്തോത്രം ഓടി വന്ന് അമ്മച്ചിയെ കെട്ടിപ്പിടിച്ചൊരു നല്ല ഉമ്മ അങ്ങ് കൊടുത്തു. സ്തോത്രം. എന്തിനാണെന്നറിയാമോ? അവസാനത്തെ ചുംബനം അത്. സ്തോത്രം. അമ്മച്ചി, ഇതൊന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ ഇത്രയും ദിവസം നിന്നത്. സ്വത്രം. പ്രത്യാശ നഷ്ടപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഇട്ട ചോടിക്കളയും. എന്നാൽ വിശ്വാസമുള്ള വ്യക്തിയാണെങ്കിൽ അന്ത്യത്തോളം ദൈവസനെ നിൽക്കും. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവ് പറഞ്ഞ് നിത്യതയോളം ഞാൻ നിൻ്റെ കൂടെ ഇരിക്കും. നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നീ പ്രാപിക്കും. നിൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ കൂട്ടാളി ഉയർത്തി മാനിക്കപ്പെടും. നിൻ്റെ ഭവനം ശൂന്യമാകത്തില്ല, നിറഞ്ഞു കവിയുന്ന ഒരു ഭവനമാക്കി ഞാൻ തീർക്കും. ഈ വാക്തത്വമുള്ളവൻ, ആ വാക്തത്വത്തിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ദൈവസന്നിധി പ്രതികൂലം വരും ഇട്ടേച്ചു പോകത്തില്ല. ഇന്ന് പകൽക്കാലം പറയട്ടെ, എന്തെല്ലാം പ്രതികൂലം നമുക്കെതിരെ വന്നു.
പക്ഷേ സർവശക്തനായ ദൈവം പ്രതികൂലത്തെ മാറ്റി അനുകൂലമാക്കി തീർത്ത് ഈ നല്ല പകൽ കൂടി സർവശക്തന് മഹത്വം കൊടുപ്പാൻ തന്ന ഭാഗ്യമൊന്ന് ഓർത്തു നോക്ക്. എത്ര ദൈവത്തെ സ്തുതിച്ചാൽ മതിയാകും. സ്തോത്രം. ഒരു ശത്രു സൈന്യം നിന്റെ നേരെ പാളയമിറങ്ങിയാൽ അവയുടെ നടുവിന്ന് വിടുവിക്കുന്നുള്ള വാക്യമല്ലേ നമ്മൾ കേട്ടിട്ടുള്ളൂ. പക്ഷെ ഇപ്പം നമ്മൾ കണ്ടില്ലേ, ശത്രുക്കൾക്ക് മുൻപിൽ മേശ ഒരുക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം. പറ. സ്തോത്രം. നോക്ക്, രോഗവും കഷ്ടവും ശാപവും പ്രതികൂലവും ഒക്കെ പിശാചിൻ്റെ രൂപേണ നമ്മുടെ മേളിൽ കടന്നു വരും. സ്തോത്രം. മനുഷ്യർ നമുക്ക് എതിരാകും. സ്തോത്രം. സാഹചര്യങ്ങൾ മുഴുവനും പ്രതികൂലമാകും. ഇതൊക്കെ വരുമ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിൽ നാം ഉറച്ചു നിൽക്കേണ്ടത്. സ്തോത്രം. ഞാനിങ്ങനെ പറയട്ടെ, ഈ ലോകം ഒരു ദൈവ പൈതൽ ശാശ്വതമല്ലെന്ന് തിരിച്ചറിയണം. സ്തോത്രം. നിൻ്റെ ശത്രു ദേശത്തല്ല ഉള്ളത്, നിൻ്റെ ഭവനത്തിനകത്ത് തന്നെയുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ? നിൻ്റെ ഭവനത്തിനകത്ത് ശത്രു എഴുന്നേൽക്കുന്നത് ദേശക്കാരെയൊക്കെ നമ്മൾ അതിജീവിക്കും. പക്ഷെ ഭവനത്തിനകത്ത് വരുമ്പം നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. കർത്താവ് പറയുന്നു, കുഞ്ഞേ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന്. സ്തോത്രം. നീ പേടിക്കണ്ട. നിനക്ക് പ്രതികൂലമായി നിൽക്കുന്നവരെല്ലാം ഒരു നാളിൽ അനുകൂലമായി നിൻ്റെ അടുക്കൽ വരും. സ്തോത്രം. നോക്കൂ, ഓർപ്പ അമ്മാവി അമ്മയെ ചുംബിച്ച് കെട്ടിപ്പിടിച്ച് മടങ്ങി. സ്തോത്രം. രൂത്ത് ഇത് കണ്ടുകൊണ്ട് നിൽക്കുക. അമ്മച്ചി ചോദിക്കുന്നു, മക്കളെ നീ പോന്നില്ലയോ? സ്വത്രം. ഞാനിങ്ങനെ ചിന്തിച്ചു പോവുകയാണ്. അവളുടെ അകത്ത് അമ്മച്ചിയുടെ കണ്ണുനീരാണ് സാക്ഷ്യമായത്. കാരണം ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുമ്പോഴും, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. എല്ലാവരും നിന്നെ കൈവിടുമ്പോൾ നീ പോലും ചിന്തിക്കാത്ത അറിയാത്ത ചില ജീവിതങ്ങൾ നിനക്ക് വേണ്ടി പുറത്തു വരും. ഇന്ന് പകൽക്കാലം പറട്ടെ, നവോമിയുടെ ജീവിതത്തിൽ സംഭവിച്ചതാ. സ്തോത്രം. പിന്നീട് ഒരു നിമിഷം പോലും അവൾ അവിടെ നിന്നില്ല. തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് തൻ്റെ ചാർച്ചക്കാരുടെ അടുക്കലേക്ക് അവൾ ഓടിച്ചെല്ലുകയാ. സ്തോത്രം. ഇന്ന് പകലിൽ ഒരു കാര്യം പറഞ്ഞ് ഞാൻ ഈ തിരുവചനത്തിനിവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ ആഗ്രഹിക്കുക. സ്തോത്രം. തൻ്റെ മരുമകളെയും കൊണ്ട് സ്തോത്രം താൻ വിട്ടു പോരുന്ന തൻ്റെ സ്വന്തം നാടായ ബേത്ലഹേമിലേക്ക് ചെല്ലുമ്പോൾ തനിക്ക് കിട്ടിയത് സ്വീകരണമല്ല, പകരം നിന്നയും പരിഹാസവും ദുഷിയുമാ. സ്തോത്രം. പട്ടിണി വല്ലാതെ കടന്നു പിടിച്ചു. ദാരിദ്ര്യം വല്ലാതെ തങ്ങളെ പിടിച്ചു മുറുക്കി. എങ്ങോട്ട് പോകണം എന്നറിയത്തില്ല. യവക്കൊയ്ത്തിൻ്റെ കാലമാണെങ്കിലും ഒരു നേരത്തെ ആഹാരം കഴിപ്പാൻ നിവർത്തിയില്ലാതെ മരുമകളും അമ്മാവിയമ്മയും മുഖത്തോട് മുഖം നോക്കിയിരുന്ന് കരയുമ്പോൾ അമ്മച്ചിയുടെ ഹൃദയത്തിനകത്തല്ല ആ ചിന്ത വന്നത്, ദൈവത്തിൽ ആശ്രയിച്ചവളുടെ ഹൃദയത്തിനകത്താ. കുഞ്ഞേ, ഈ പകലിൽ ഞാൻ പറയട്ടെ, ഏത് നേരത്തും പിശാച് ഇടർച്ച ചെയ്യുവാൻ നിൻ്റെ പിന്നാലെയുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആശ്രയം വിട്ടച്ച് നീ പോകരുത്. ദൈവവചനം നിൻ്റെ ഹൃദയത്തിൻ്റെ പലകത്ത് എഴുതി വെച്ചോണം, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനെന്ന്. സ്തോത്രം. നോക്ക്, അവൾ പറയുകയാണ്, അമ്മച്ചി യവക്കൊയ്ത്ത് നടക്കുകയാ, നമ്മളിങ്ങനെ ഇവിടെ ഇരുന്ന് പട്ടിണി കിടന്ന് ചാവുന്നതിലും നല്ലത്, എത്ര കഷ്ടമാണെങ്കിലും എനിക്ക് അവരെ അറിയത്തില്ലെങ്കിലും ഞാൻ ആ വയലിലൊന്ന് പോകട്ടെ. സ്തോത്രം. ആർക്കെങ്കിലും കനിവ് തോന്നി ഏതെങ്കിലും കറ്റ വലിച്ചിട്ടാൽ അതിനകത്തുനിന്ന് പെറുക്കിക്കൊണ്ടും നമ്മുടെ പ്രാണനെ നിലനിർത്താം. സ്വത്രം. മനസ്സില്ല മനസ്സോടെ അമ്മച്ചി മരുമകളോട് പറയും, മക്കളെ സ്വത്രം, അവരാരും നിന്നെ അറിയത്തില്ല, പിന്നെ നീ ദേശക്കാരിയുമല്ല, പിന്നെ നീ അവിടെ ചെന്നാൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിയത്തുമില്ല. ഞാനിങ്ങനെ പറയട്ടെ, അവളുടെ ഹൃദയത്തിനകത്ത് ആ ഒരു ചിന്ത കൊണ്ടുവന്നത് ആരാണെന്നറിയാമോ? അവൾ ആശ്രയിച്ചു വന്ന ഇസ്രായേലിൻ്റെ പരിശുദ്ധനാ.
സ്തോത്രം. അല്ലെങ്കിൽ അവൾക്ക് വയലറിയത്തില്ല, അവൾക്ക് അവിടുത്തെ യാതൊരു ജീവിത സാഹചര്യങ്ങളും അറിയത്തില്ല. പിന്നെ എങ്ങനെയാണ് സ്തോത്രം സർവശക്തനായ ദൈവം അവളുടെ തീരുമാനത്തിന് മുമ്പിൽ ഇറങ്ങി വരിക? സ്തോത്രം. അമ്മച്ചി പറഞ്ഞ അങ്ങനെയെങ്കിൽ മക്കളെ നീ പോയിട്ട് വാ. സ്തോത്രം. അവിടെ ചെന്ന് ആ വയലിൻ്റെ വരമ്പിൽ നിന്ന് അവൾ താഴേക്ക് നോക്കി. സ്തോത്രം. കതിരുകൾ അവിടെയൊക്കെ കിടപ്പുണ്ട്. പക്ഷേ പെറുക്കുവാൻ തുടങ്ങിയാൽ ഈ വയലിൽ നിൽക്കുന്ന ജോലിക്കാർ തന്നെ കുറ്റം പറയും, ചീത്ത പറയും, എന്നെ അടിച്ചോടിക്കും. കാരണം ഞാനൊരു ജാതീയ പെങ്കൊച്ച. യഹൂദനോട് കൂട്ടായ്മയില്ല, യഹൂദൻ്റെ വയലിറങ്ങാൻ നിയമമില്ല. പിന്നെ ഞാൻ എങ്ങനെ ഇറക്കും? 2 തല്ല് കൊണ്ടാലും ആര് ചീത്ത പറഞ്ഞാലും എൻ്റെ ദൈവമേ ഞങ്ങൾക്ക് വേണ്ടുന്നത് തരുവാൻ അവിടത്തേക്ക് കഴിയുമല്ലോ എന്നുള്ള വിശ്വാസത്തോടെ അവൾ ആ വയലിറങ്ങി പെറുക്കുവാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം പറയട്ടെ, നിന്ദിക്കപ്പെടുമ്പോഴും പരിഹസിക്കപ്പെടുമ്പോഴും അപമാനിക്കപ്പെടുമ്പോഴും എൻ്റെ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമെന്ന് നമ്മുടെ അരുമനാഥൻ സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞെങ്കിൽ നോക്ക്, രൂത്തിന്റെ കണ്ണുനീരിന് മുമ്പിൽ സ്വർഗം അവിടെ ഇറങ്ങി വന്നു. കുറ്റം പറഞ്ഞവരുടെ മുമ്പിലും പരിഹസിച്ചവരുടെ മുമ്പിലും സ്തോത്രം അവൾ മൗനം പാലിച്ചുകൊണ്ട് തേങ്ങി കരഞ്ഞുകൊണ്ട് അവൾ പെറുക്കിയെടുക്കുന്ന കതിർ ഓരോന്ന് പെറുക്കുമ്പോഴും അവളുടെ കണ്ണ് നിറഞ്ഞ് ആ വയലിൽ വീഴുകയായിരുന്നു. കാരണം അപ്പുറത്ത് നിന്നുകൊണ്ട് പലരും പരിഹസിക്കുന്നുണ്ട്, കുറ്റം പറയുന്നുണ്ട്, നിന്ദിക്കുന്നുണ്ട്. ശപിക്കപ്പെട്ടവൾ ഈ വയലുകൂടി നശിപ്പിക്കാൻ ഇറങ്ങി വന്നിരിക്കുക. സ്തോത്രം. ഇവൾ ഏതാണ്? ഇവൾ ഈ നാട്ടുകാരി അല്ലല്ലോ. പറയത്തില്ലേ? സ്തോത്രം പറയും. സ്തോത്രം. നമ്മൾ പറയാത്ത ആൾക്കാരല്ലോ. അപ്പോൾ അന്നത്തെ കാലത്ത് പറയത്തില്ല. പ്രത്യേകിച്ചും ഇവൾ ആ നാട്ടുകാരി അല്ലാത്തത് കൊണ്ട് എല്ലാവരും അവളെ കുറ്റം പറയും. കാരണം നീ ഏതാടി? നീ ശമരിയക്കാരിയാണോ? അതോ നീ പാപം ചെയ്തിട്ട് വന്നയാണോ? നീ എന്തിനാ ഈ സമയത്ത് വന്ന്? നീ ഇവിടുത്തുകാരി അല്ലല്ലോ എന്നൊക്കെ പറയും. ഒരുപാട് കുറ്റങ്ങൾ പറയും. സ്തോത്രം. അവൾക്കറിയാം ഇതെല്ലാം സംഭവിക്കുന്നു. പക്ഷേ അവൾക്കൊരു വിശ്വാസമുണ്ട്. ഞാൻ വന്നത് ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ ആശ്രയിച്ച, ഞാൻ വന്നത് ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ ആശ്രയിച്ച ആ പരിശുദ്ധൻ എനിക്ക് വേണ്ടി കരുതും. ലോകം മുഴുവൻ എതിര് നിൽക്കട്ടെ, ബന്ധുക്കാരും ചർച്ചക്കാരും പിതൃഭവനക്കാരും എതിര് നിൽക്കട്ടെ. സ്തോത്രം. സ്വന്തം ദേശത്തല്ല, അന്യദേശത്ത് കരുതുവാൻ നിന്റെ ദൈവത്തിന് കഴിവെന്ന് വിശ്വസിക്കേ. സ്തോത്രം. സ്വന്തം ദേശത്ത് നിന്നെ മാനിപ്പാൻ എൻ്റെ ദൈവത്തിന് കഴിവെന്ന് വിശ്വസിക്കേ. ആരൊക്കെ നിനക്കെതിരെ നിന്നാലും സർവശക്തനക്ക് അനുകൂലമായിരിക്കുന്നിടത്തോളം ആ ദേശത്തിൻ്റെ തല നീയാ, നിന്റെ തലമുറയാ. അല്പകാലം കഴിയുമ്പോൾ അത് ദേശം കാണും, നിന്റെ ബന്ധുക്കാർ കാണും, നിന്റെ ചർച്ചക്കാർ കാണും, നിന്റെ കുടുംബക്കാർ കാണും. സ്തോത്രം. ഒക്കെ ആ കതിര് പെറുക്കി അവൾ തൻ്റെ ഭവനത്തിലേക്ക് ചെല്ലുന്ന കരഞ്ഞോണ്ടല്ല, സന്തോഷത്തോടാ. സ്തോത്രം. അമ്മച്ചി ചോദിക്കുന്നു, മക്കളെ നീ വയലിൽ ചെന്നപ്പം ആരും നിന്നെ തടഞ്ഞില്ലയോ? സ്തോത്രം. അവൾ പറയുന്നൊരു വാക്കുണ്ട്, അമ്മച്ചി എല്ലാവരും എന്നെ കുറ്റം പറഞ്ഞു, പക്ഷേ ഒരാൾ വന്നു അമ്മച്ചി. ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ബോവസ് എന്ന് കേട്ടമ്മച്ചി. സ്തോത്രം. അദ്ദേഹം എന്നോട് പറഞ്ഞു, മോളെ നീ നവോമിയുടെ ചാർച്ചക്കാരിയാണെങ്കിൽ മോളെ ഇനി നീ ഒരു വയലിലും പെറുക്കാൻ പോകണ്ട, ഇവിടെ നിന്ന് പെറുക്കിക്കോ എന്ന് പറഞ്ഞമ്മച്ചി. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി അമ്മച്ചി. ഞാൻ കരഞ്ഞതിനെല്ലാം ഒരു മറുപടി കിട്ടിയതുപോലെ എനിക്ക് തോന്നി അമ്മച്ചി. സ്തോത്രം. ആ അമ്മച്ചിയുടെ കണ്ണ് നിറഞ്ഞൊഴുകി. സ്തോത്രം. ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വ്യക്തിപരമായി നമ്മുടെ ഹൃദയത്തെ സ്തോത്രം വിലയിരുത്തിക്കൊണ്ടാണ് പറയുന്നത്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി താൻ പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ തനിക്ക് വേണ്ടി വെളിപ്പെട്ടപ്പോൾ ആരും പൊട്ടിച്ചിരിക്കത്തില്ല, സന്തോഷം കൊണ്ട് കണ്ണ് നിറയും. സ്തോത്രം. ഇന്ന് പകൽക്കാലം പറയട്ടെ, ആ നവോമിയുടെ കണ്ണ് നിറഞ്ഞിട്ട് ഒഴുകിയിട്ട് നവോമി പറയുന്നൊരു കാര്യം, മക്കളെ നീ ചെന്നത് സ്തോത്രം ദൈവം ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെയാണ്. സ്തോത്രം. സ്തോത്രം. മോളെ അവൾ ആരാന്നറിയാമോ? അവൻ നമ്മുടെ ചാർച്ചക്കാരനാ. സ്തോത്രം. അമ്മച്ചി അദ്ദേഹം പറഞ്ഞു ഇനി വേറൊരു വയലിലും പോകണ്ടെന്ന് പറഞ്ഞമ്മച്ചി. സ്തോത്രം.
ഇന്ന് പകൽക്കാലം പറട്ടെ കുഞ്ഞെ, നീ ഇവിടെ വന്നപ്പോൾ കുറച്ച് ഒഴിഞ്ഞ കസേരയായിരിക്കും കണ്ടത്. സ്തോത്രം. വിരലിലെണ്ണാവുന്ന ചിലർ മാത്രമേ ഇതിനകത്തുള്ളൂ എന്ന് നിനക്ക് തോന്നാം. പക്ഷേ നീ വന്നത് സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ചാണെങ്കിൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, കൂട്ടുകാരിൽ പരമായി നിറയ്ക്കുന്ന സർവശക്തനായ ദൈവം നിന്നെ നിറയ്ക്കുമ്പോൾ, നിന്റെ തലമുറയെ നിറയ്ക്കുമ്പോൾ, നിന്റെ കുടുംബത്തെ ഉയർത്തുമ്പോൾ, നിന്റെ ഭവനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ ലോകം പറയും നീ തനിച്ചല്ല, നിന്റെ കൂടെ ദൈവമുണ്ടെന്ന്. അതുകൊണ്ട് ആ ദൈവത്തെ എനിക്ക് വേണമെന്ന് പറയിക്കുന്ന ഒരു ദൈവത്തെയാ കുഞ്ഞെ നീ ഞാനും ആരാധിക്കുന്നത്. ഇന്ന് പകൽക്കാലം പറയട്ടെ, സ്തോത്രം. രൂത്തിന്റെ 2:12 പറയാ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ശരണം പ്രാപിച്ചു വന്ന നിനക്ക് യഹോവ പകുതി പ്രതിഫലം തരട്ടെ എന്നല്ല പറഞ്ഞത്, കുറച്ചിപ്പ തന്നിട്ട് ബാക്കി പിന്നെ തരട്ടെ എന്നല്ല പറഞ്ഞത്. പൂർണ്ണ പ്രതിഫലം, ഒട്ടും കുറവില്ലാത്ത പ്രതിഫലം പൂർണ്ണമായി യഹോവയായ ദൈവം നിനക്ക് തരട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, ഈ നല്ല പകലിൽ നാം വന്നത് ദൈവത്തിൽ നിന്ന് പ്രതിഫലം വാങ്ങാനാണെങ്കിൽ അവൻ അതുമായി ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. സ്തോത്രം. നീ ചോദിച്ചതിന് മറുപടിയുമായി, നീ പ്രാർത്ഥിച്ചതിന് മറുപടിയുമായി, നീ ആഗ്രഹിച്ചതിന് മറുപടിയുമായി എൻ്റെ കർത്താവ് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. സ്തോത്രം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം, സ്തോത്രം. ഒരു മോശ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവത്തോട് നിലവിളിക്കുന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലം പറയട്ടെ, നീ നിൻ്റെ തലമുറയ്ക്ക് വേണ്ടി, നിൻ്റെ കുടുംബത്തിന് വേണ്ടി നീ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ നിൻ്റെ നിലവിളി ദൈവം കേൾക്കാതെ ഇരിക്കത്തില്ല. നീ ആഗ്രഹിച്ച അളവിൽ സർവശക്തനായ ദൈവം നിനക്ക് മറുപടി തരുമെന്ന് ഈ വചനത്തിലൂടെ വ്യക്തമായി കാണാൻ കഴിയും. മോശ ജനത്തോട് നിലവിളിച്ച് പറയുന്നത്, ശത്രു സൈന്യം ഞങ്ങളുടെ പിന്നാലെയുണ്ട്, മുമ്പിൽ ആർത്തിരമ്പുന്ന ചെങ്കടലുണ്ട്. ദൈവമേ, ഈ ജനത്തെ ഇവിടെ ഇട്ട് കൊല്ലുവാനാണോ നീ കൊണ്ടുവന്നത്? ഞാൻ എന്ത് ചെയ്യണം എന്ന് മോശ ദൈവത്തോട് ചോദിക്കുമ്പോൾ സർവശക്തനായ ദൈവം പറയുന്ന ഒരു കാര്യമാ ഇന്ന് പകൽക്കാലം ദൈവമക്കളെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ദൈവം നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതതിൻ്റെ പൂർണ്ണതയോടെ നീ ചെയ്തെടുക്കണം. പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കണം, ഉപവസിക്കാൻ പറഞ്ഞാൽ ഉപവസിക്കണം, പോകാൻ പറഞ്ഞാൽ പോകണം, പറയാൻ പറഞ്ഞാൽ പറയണം. ഇത് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവിൻ്റെ ശക്തിയോടെ നീ ഒന്ന് ചെയ്തു നോക്ക്. നിന്റെ തല കുനിയത്തില്ല, നിന്റെ തല ശത്രുക്കളുടെ മുമ്പിൽ ഉയർന്നിരിക്കും. ഇതൊരു പൊട്ടനെ പോലെ, ഒരു പൊട്ടിയെ പോലെ വിശ്വസിച്ചിട്ട് നോക്ക്. പത്രോസിനെയും യോഹന്നാനെ നോക്ക്. അവർ പറയുന്നു, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, ഞങ്ങളുടെ കരത്തിൽ ഒന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എഴുന്നേൽക്കെന്ന് പറഞ്ഞതുപോലെ മോശ അസാധ്യങ്ങളെ കണ്ടിട്ട് ദൈവത്തോട് പറയുമ്പോൾ ദൈവം പറയാം, മോശേ, നിന്റെ കരത്തിലിരിക്കുന്ന വടിയെടുത്ത് നീ ആ കടലിന് നേരെ നീട്ട്. ഒരു കിഴക്കൻ കാറ്റ് മൂലം കടലിനെ വിവാഹിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് പകൽക്കാലം സർവശക്തന്റെ കരം കുഞ്ഞ് നിന്റെ കൂടെയുണ്ട്. കുഞ്ഞ്, നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ എൻ്റെ കർത്താവ് മതിയായവനാ. ലോകം മുഴുവൻ നിനക്കെതിരെ നിന്നാലും എൻ്റെ കർത്താവിൻ്റെ മഹത്വം നിന്നിൽ വെളിപ്പെടുമ്പോൾ നിന്റെ തല ഉയർന്നിരിക്കും. നിന്റെ തലയെ താഴ്ത്തുവാൻ, നിന്റെ കുഞ്ഞുങ്ങളുടെ തലയെ താഴ്ത്തുവാൻ, നിന്റെ കൂട്ടാളിയുടെ തലയെ താഴ്ത്തുവാൻ ആര് ശ്രമിച്ചാലും, ഏത് മന്ത്രവാദി, ഏത് കൂടുപാത്രക്കാരൻ, ഏത് വിളിച്ചു നേർച്ചക്കാരൻ ശ്രമിച്ചാലും നിന്റെ തല താഴുവാൻ എൻ്റെ സൈന്യങ്ങളുടെ യഹോവ സമ്മതിക്കത്തില്ല. എൻ്റെ കർത്താവ് കാൽവറി ക്രൂശിൽ തൻ്റെ തല സ്വന്തം ചുമലിൽ താഴ്ത്തിയത് നിന്റെ തല ഉയർത്താനാ. അങ്ങനെയെങ്കിൽ പറ, ഞാൻ താഴുകയില്ല, ഞാൻ ഉയർച്ച പ്രാപിക്കും, ഞാൻ തകർന്നു പോകയില്ല, ഞാൻ ഉയർച്ച പ്രാപിക്കും എന്ന് പകൽക്കാലം വിശ്വാസത്തോടെ പറ. എൻ്റെ കർത്താവ് ഉയർത്തി മാനിക്കുക തന്നെ ചെയ്യും. അസാധ്യമെന്ന് പറഞ്ഞതിന് മുൻപിൽ സർവശക്തനായ ദൈവത്തിൻ്റെ കരം ഒന്ന് കാറ്റായി വന്നപ്പോൾ ആ ചാർത്തിരമ്പ ചെങ്കടലിൽ വിഭാഗിക്കപ്പെട്ട് എൻ്റെ ദൈവത്തിൻ്റെ ജനം സ്വതന്ത്രമായി അക്കരനാട് എത്തിയെങ്കിൽ അക്കരനാട്ടിൽ നീ എത്തുന്ന നാൾ വരെയും നീയോ, നിന്റെ കുഞ്ഞുങ്ങളോ, നിന്റെ കുടുംബമോ തോറ്റുപോകാൻ, ലോകത്തിന് മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി മാറുവാൻ ഇടവരത്തില്ല. അന്നെന്നറിയാമോ, കുറേ കുറ്റങ്ങളും കുറവുകളും പരാതികളും പരിഭവങ്ങളുമായി നീ ഒരുപാട് അലഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ആരും അന്ന് നിൻ്റെ കുറ്റങ്ങളോ നിൻ്റെ കുറവുകളോ ഒന്ന് തീർത്തു തരുവാനുണ്ടായില്ല. കരഞ്ഞ് കരഞ്ഞു വിലപിച്ച് കണ്ണുമായി തകർന്ന ഹൃദയവുമായി നീ നിന്നപ്പോൾ നിൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന് കരയണ്ടെന്ന് പറഞ്ഞ യേശു കർത്താവാ ഇന്ന് നിന്നെ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പറ, കർത്താവേ, നിൻ്റെ സന്നിധി വിട്ട്
നിൻ്റെ വചനം വിട്ട് ഞാൻ പിന്മാറി പോകുവാനിടയാകല്ലേ. പ്രതികൂലത്തിൻ്റെ കാറ്റ് ആഞ്ഞടിക്കുമ്പോൾ വീഴാതെ നീ എന്നെ താങ്ങണമേ എന്ന് സർവശക്തനായ കർത്താവോട് പറ. സങ്കീർത്തനം 128 സ്തോത്രം 1 വാക്യം ഇങ്ങനെ പറയുന്നു, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിൻ്റെ കൈകളുടെ അധ്വാനഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. ഇന്നൊരു പക്ഷേ കുഞ്ഞെ നിൻ്റെ കരം ശൂന്യമായിരിക്കും. കുഞ്ഞെ ഇന്നൊരു പക്ഷേ നിൻ്റെ ഭവനത്തിൻ്റെ കലവറ ശൂന്യമായിരിക്കും. കുഞ്ഞെ ഒരു പക്ഷേ നിൻ്റെ കൂട്ടാളുടെ കരം ശൂന്യമായിരിക്കും. എന്നാൽ ശൂന്യതയെ മാറ്റി നിറയ്ക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നീ ഞാനും ആരാധിക്കുന്നതെന്ന് ഉള്ള വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് പകൽക്കാരുണ്ട്. ആമേൻ പറ. കർത്താവ് കൂടെയുണ്ട്. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ദൈവം വാക്കുമാറാത്തവനായി അന്ത്യത്തോളം കരം പിടിച്ച് നടത്തുവാൻ ശക്തനാ. സ്തോത്രം. നാം വായിച്ച വേദഭാഗം ഒന്നുകൂടി വായിക്കാമോ? സ്തോത്രം. സങ്കീർത്തനം സ്തോത്രം 91:14-15 സ്തോത്രം. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. അന്ത്യത്തോളം നമ്മുടെ കൂടെ വന്ന് ദീർഘായുസ് കൊണ്ട് നമ്മെ തൃപ്തി വരുത്താമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ കൂടെ നമുക്ക് നിൽക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.